ആരാണ് ആ കോടീശ്വരൻ? ശബരിമല ശാസ്താവിന് മുന്നിലെ ദ്വാരപാലക ശില്പത്തിൽ പൊതിഞ്ഞിരിക്കുന്ന പാളികൾ ഏത് കോടീശ്വരൻ്റെ വീട്ടിലാണുള്ളത്? അത് സംസ്ഥാനം വിട്ടുപോയിട്ടില്ലെന്നും സംസ്ഥാനത്തെ ഒരു കോടീശ്വരനാണ് അത് വാങ്ങിയതെന്നും പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനാണ്. ഇതുവരെ ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ സ്വർണം അടിച്ചുമാറ്റി എന്നുള്ളതായിരുന്നുവെങ്കിൽ അതിനപ്പുറത്തേക്ക് വിശ്വാസ തട്ടിപ്പിലേക്ക് കൂടി എത്തിക്കുന്ന ഒരു പുതിയ വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിരിക്കുന്നത്. ആദ്യം പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകൾ കേൾക്കാം. ഞങ്ങൾക്ക് CPM-നോട് സർക്കാരിനോട് പറയാനുള്ളത്, ശബരിമല ധർമ്മശാസ്താവിൻ്റെ ദ്വാരപാലക ശില്പം ഏത് സംസ്ഥാനത്തെ ഏത് കോടീശ്വരൻ്റെ വീട്ടിലേക്കാണ് നിങ്ങൾ വിറ്റിരിക്കുന്നത്? ഏത് കോടീശ്വരൻ്റെ വീട്ടിലേക്കാണ്? അതിപ്പോൾ ഉള്ളത് ഏത് കോടീശ്വരൻ്റെ വീട്ടിലാണ്? കോടികൾ മറിയുന്ന കച്ചവടമാണ്. കാരണം പവിത്രമായ ശബരിമലയിൽ ഇരുന്ന ദ്വാരപാലക ശില്പം വിറ്റു എന്നാണ് കോടതിയുടെ ഫൈൻഡിങ്. അപ്പൊ എത്ര കള്ളന്മാരാണ് ഈ തലപ്പത്തിരിക്കുന്നത്? പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ശരിയാണെങ്കിൽ സംസ്ഥാനത്തിനകത്തെ ഒരു കോടീശ്വരനാണ് ഇത് വാങ്ങിയിരിക്കുന്നത്. വിശ്വാസപരമായ ഒരു തട്ടിപ്പിൻ്റെ കൂടി ഭാഗമാണിത്. ഈ സ്വർണ്ണപ്പാളികൾ, ദ്വാരപാലക ശില്പത്തെ പൊതിഞ്ഞിരിക്കുന്ന പാളികൾ ചെമ്പിൻ്റെതായാലും സ്വർണത്തിൻ്റെതായാലും ആ സ്വർണത്തിനും ചെമ്പിനുമുള്ള മൂല്യത്തിനപ്പുറത്തേക്ക് അത് ശബരിമല ശാസ്താവിൻ്റെ ചൈതന്യമുള്ള പാളികളാണ്. അതിന് വിശ്വാസപരമായ മൂല്യമുണ്ട്. അതുകൊണ്ട് അത് സ്വന്തം വീട്ടിലെ പൂജാമുറിയിൽ എത്തിച്ചാൽ തനിക്ക് ഐശ്വര്യം വരും എന്ന് കരുതുന്ന ഏതോ ഒരു വിശ്വാസിയായ കോടീശ്വരൻ ഇത് വാങ്ങിയിട്ടുണ്ട്, അങ്ങനെ ഒരാൾക്ക് ഇത് വിറ്റിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അത് ആര് എന്ന് വെളിപ്പെടുത്തണം എന്നാണ് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെടുന്നത്. സ്വാഭാവികമായും സർക്കാരിനും CPM-നും നേരെയാണ് അത്തരം ഒരു ആരോപണം പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നത്. അങ്ങനെ ഒരു ആരോപണം ശരിയാണെങ്കിൽ നമ്മൾ ഇതുവരെ കണ്ടത് കുറഞ്ഞ പോയ സ്വർണം അല്ലെങ്കിൽ സ്വർണ്ണപ്പാളികൾ ഇളക്കി മാറ്റി 1-2 കിലോ സ്വർണം തട്ടി മാറ്റി അല്ലെങ്കിൽ തട്ടിപ്പ് നടത്തി എന്നുള്ളതായിരുന്നെങ്കിൽ അതിനപ്പുറത്തേക്ക് ശബരിമല ശാസ്താവിന് മുന്നിലിരിക്കുന്ന അല്ലെങ്കിൽ ശാസ്താവിൻ്റെ ചൈതന്യം കൂടി ഉൾപ്പെടുന്ന സ്വർണ്ണപ്പാളികൾ അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ചെമ്പ് പാളികൾ എന്തോ ആയിക്കോട്ടെ, ആ ദ്വാരപാലക ശില്പം അതുപോലെ തന്നെ ശില്പത്തെ പൊതിഞ്ഞിരിക്കുന്ന ആ പാളികൾ അതുപോലെ തന്നെ ഒരാൾക്ക് വിറ്റിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ പലതവണ സ്വർണം പൂശാനും സ്വർണം പതിപ്പിക്കാനും ക്ലാഡ് ചെയ്യാനും ഒക്കെ എടുത്ത സമയങ്ങളിലൊക്കെ ഇത്തരത്തിലേക്കുള്ള തട്ടിപ്പുകൾ നടന്നിട്ടുണ്ടോ? ഈ സ്വർണത്തിൻ്റെ മൂല്യത്തെക്കാൾ എത്രയോ വലുതാണ് പലപ്പോഴും ഒരു ദൈവത്തിൻ്റെ പ്രസാദമായി കിട്ടുന്ന സാധനങ്ങൾ, അല്ലെങ്കിൽ അതിന് ആ പ്രസാദത്തിൻ്റെ ആകെ മൂല്യത്തെക്കാൾ അതിൻ്റെ വിലയേക്കാൾ എത്രയോ മൂല്യമുള്ള വസ്തുവായിട്ടാണ് വിശ്വാസികൾ ഓരോരുത്തരും കണക്കാക്കുന്നത്. അത്തരം വസ്തുക്കൾ, ദൈവത്തിൻ്റെ ചൈതന്യമുള്ള അത്തരം വസ്തുക്കൾ സ്വന്തം വീട്ടിലോ പൂജാമുറിയിലോ അല്ലെങ്കിൽ സ്വന്തം വ്യവസായ സ്ഥാപനത്തിലോ ഒക്കെ വെക്കുന്നത് ഐശ്വര്യം കൊണ്ടുവരും എന്ന് കരുതുന്ന ഒരുപാട് വിശ്വാസികളുണ്ട്. അതിൽ പലരും ലക്ഷങ്ങളോ കോടികളോ ഒക്കെ മുടക്കാൻ തയ്യാറുള്ളവരുമൊക്കെയാണ്. അങ്ങനെ ഒരാൾ ഇത് കേരളത്തിൽ തന്നെ ഒരാൾ വാങ്ങിയിട്ടുണ്ട്, അങ്ങനെ ഒരാൾക്ക് അത് വിറ്റു എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്നത്. നമുക്ക് പ്രതിപക്ഷ നേതാവ് പറയുന്നതിനപ്പുറത്തേക്ക് വിറ്റതായ ഏതെങ്കിലും തെളിവുകളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഒരു പ്രതിപക്ഷ നേതാവ് ഉത്തരവാദിത്തോടു കൂടി ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിൽ ആ ആരോപണം പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ്. അങ്ങനെ ആർക്കെങ്കിലും വിറ്റിട്ടുണ്ടോ എങ്കിൽ, അങ്ങനെയാണെങ്കിൽ ശബരിമലയിൽ നടന്നുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ ഇതുവരെ നടന്നത് അത് കേവലമായ സ്വർണ്ണപ്പാളികൾ ഇളക്കി മാറ്റി പകരം ഇലക്ട്രോപ്ലേറ്റ് ചെയ്യുമ്പോൾ കിട്ടാവുന്ന 1-1.5 കിലോ സ്വർണത്തിൻ്റെ തട്ടിപ്പ് മാത്രമല്ല വന്നിരിക്കുന്നത്. അതിനൊക്കെ അപ്പുറത്തേക്ക് ശബരിമലയിൽ ഉപയോഗിച്ചിരുന്ന ശ്രീകോവിലിനുള്ളിൽ ഉപയോഗിച്ചിരുന്ന ശ്രീകോവിലിന് ശബരിമല ശാസ്താവിൻ്റെ ദർശനമുള്ള അല്ലെങ്കിൽ ചൈതന്യമുണ്ട് എന്ന് കരുതപ്പെടുന്ന പല സാധനങ്ങളും ഇതുപോലെ വിറ്റിട്ടുണ്ടാവും. ആ സാധനങ്ങൾക്ക് പകരം അതുപോലെ തന്നെയുള്ള മറ്റ് സാധനങ്ങൾ അവിടെ ചിലപ്പോൾ അതിനേക്കാൾ മൂല്യമുള്ള സാധനങ്ങളായിരിക്കും കൊണ്ടുവെക്കുന്നത്. പക്ഷേ അങ്ങനെയൊക്കെ ഇവിടെ വിൽപ്പന നടന്നിട്ടുണ്ട്. അങ്ങനെ ഒരു വിശ്വാസ തട്ടിപ്പിൻ്റെ വിശ്വാസ കച്ചവടം കൂടി ഇതിൽ നടന്നിട്ടുണ്ട് എന്ന ഒരു വലിയ വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഇനി അറിയേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഇത് തന്നെയാണ്. അങ്ങനെ ഒരാൾ അത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ഏത് കോടീശ്വരനാണ്? എന്തായാലും സാധാരണക്കാരനായ ഒരാൾക്ക് അത് വാങ്ങാൻ കഴിയില്ല. പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകൾ അനുസരിച്ചാണെങ്കിൽ സംസ്ഥാനത്തിന് പുറത്തെ ഏതെങ്കിലും കോടീശ്വരനോ ബിസിനസ്സുകാരനോ ഒന്നുമല്ല അത് വാങ്ങിയിരിക്കുന്നത്. സംസ്ഥാനത്തെ ഒരു കോടീശ്വരൻ എന്ന് ആവർത്തിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ എവിടെയെങ്കിലും ചില സൂചനകളെങ്കിലും ലഭിക്കാതെ പ്രതിപക്ഷ നേതാവ് പറയുമോ എന്നുള്ള ചോദ്യമൊക്കെ അത് സ്വാഭാവികമായും തന്നെ തെളിയേണ്ട ഒന്നാണ്. വെറുതെ ഒരു ആരോപണം ഉന്നയിച്ചാണോ, അതിനപ്പുറത്തേക്ക് അതിൽ എന്തെങ്കിലും തെളിവുകൾ കിട്ടിയിട്ടാണോ അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചത്, ഇങ്ങനെ ഒരു അല്ലെങ്കിൽ വെളിപ്പെടുത്തൽ നടത്തിയത് എന്നൊക്കെ ഇനി അന്വേഷണത്തിൽ തെളിയേണ്ട ഒന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇതുവരെ കണ്ടതിലും വലിയ വിശ്വാസ തട്ടിപ്പ്, അത്തരം തട്ടിപ്പുകൾ നടക്കുന്നു. ദൈവത്തിൻ്റെ ചൈതന്യമുണ്ട് എന്ന് കരുതുന്ന, ദൈവത്തോട് ചേർന്ന് ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് കരുതപ്പെടുന്ന സ്ഥലങ്ങളിൽ, ശ്രീകോവിലടക്കമുള്ള സ്ഥലങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്ന പല സാധനങ്ങളും ഈ മട്ടിൽ ആളുകൾക്ക് വിറ്റിട്ടുണ്ടാവും. പകരം അതുപോലെ തന്നെയുള്ള വസ്തുക്കൾ അവിടെ തിരിച്ചെത്തി
സൂക്ഷിച്ചിട്ടുമുണ്ടാവും. അതേ ഷേപ്പിലും അതേ മൂല്യത്തിലുമുള്ള വസ്തുക്കളാണ് തിരിച്ചെത്തിക്കുന്നതെങ്കിൽ സ്വാഭാവികമായും അളവിലോ തൂക്കത്തിലോ ഒന്നും കുറവ് വരാൻ സാധ്യതയില്ല. കൊണ്ടുപോയ സാധനം തന്നെയാണോ തിരിച്ചെത്തിച്ചത് എന്നത് തിരിച്ചറിയാനുള്ള പരിശോധനയൊന്നും പലപ്പോഴും ഇങ്ങനെ ക്ഷേത്രങ്ങളിലെങ്ങും നടക്കാറില്ല. സ്വർണ്ണപ്പാളി ഇളക്കി കൊണ്ടുപോയിട്ട് ആ പാളി അതുപോലെ ഇളക്കി കൊണ്ടുപോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഭാരം പോലും നോക്കി കൃത്യമായി പരിശോധിച്ചില്ല എന്ന് പറയുമ്പോൾ പിന്നെ ഇളക്കിക്കൊണ്ടുപോയ സാധനം തന്നെയാണോ തിരിച്ചു കൊണ്ടുവന്നത് എന്നുള്ള പരിശോധനകളൊക്കെ അവിടെ ഉണ്ടായില്ല എന്ന് വേണം തന്നെ കരുതാൻ. അതുപോലെ തന്നെ ഈ ദ്വാരപാലക ശില്പത്തിലെ പാളികൾ മാത്രമാണോ സമാനമായ രീതിയിൽ അവിടെ ഉപയോഗിച്ചിരുന്ന മറ്റു പല ശ്രീകോവിലും മറ്റും ഉപയോഗിക്കുന്ന പല പൂജാവസ്തുക്കൾ അടക്കമുള്ള സാധനങ്ങളിലൊക്കെ അത് ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് കരുതപ്പെടുന്ന അല്ലെങ്കിൽ ചൈതന്യമുണ്ട് എന്ന് കരുതപ്പെടുന്ന അത്തരം സാധനങ്ങളൊക്കെ സമാനമായ രീതിയിലുള്ള വിൽപ്പനകൾ നടന്നിട്ടുണ്ടോ? ആ തട്ടിപ്പിൻ്റെ വഴികൾ കൂടി കണ്ടെത്തേണ്ടതുണ്ട്. വരും നാളുകളിലെ അന്വേഷണത്തിൽ ഇതൊക്കെ പുറത്തു വരും എന്ന് നമുക്ക്